പൂമ്പാറ്റ സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നവ്യയുടെ അടുത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, നീയും നിൻ്റെ അമ്മയൊക്കെ മദ്യപിച്ചിട്ടുണ്ട് അല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇത് കേട്ട ഉടനെ തന്നെ നയന, മദ്യപാനവും കള്ളവാറ്റുമൊക്കെ നിൻ്റെ വീട്ടുകാരുടെയും പാരമ്പര്യമാണ്. പിന്നെ ഞാൻ പറയുകയാണെന്ന് പറഞ്ഞും കൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ അടിച്ച് ഈ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റുമെന്ന് പറയാണ് കേട്ടോ, കവിളിലിങ്ങനെ പിടിച്ച് തിരുമ്മിയിട്ട്. അത് കഴിഞ്ഞിട്ട് നയന നവ്യയുടെ അടുത്ത് സംസാരിക്കുന്നതിനിടയ്ക്ക് നവ്യ പറയുന്നുണ്ട്, ഇന്നെപ്പോലൊരു മരുമകളെ ഇവിടെ മുന്നിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൂർത്തി സാറിനൊക്കെ ഭയങ്കര അഭിമാനമല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേട്ടോ. എന്തൊക്കെ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നവ്യയുടെ അഹങ്കാരത്തിന് യാതൊരുവിധ കുറവില്ലാണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഭി ഏർപ്പെടുത്തിയ ആ ആള് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ, കൂടെയുള്ള ആളുമായിട്ട്. എൻ്റെ പ്രിയതമയെ ഞാൻ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് മാൻപേടയെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നയനയാണെന്നുണ്ടെങ്കിൽ നവ്യയുടെ പൊങ്ങച്ചം പറിച്ചിലും എല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട്, ചേച്ചി എന്തൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ചേച്ചി ഈ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറ്റില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടോ. ആ സമയത്ത് നവ്യ എൻ്റെ ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഈ കല്യാണം നടക്കാനുള്ള സാധ്യത ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് നയനയെ വെല്ലുവിളിക്കുന്ന രീതി സംസാരിക്കുകയാണ്. എന്തായാലും നവ്യ അധികം വൈകാതെ തന്നെ താൻ ഗർഭിണിയല്ല എന്നുള്ള സത്യം നയനയുടെ അടുത്ത് പറയൂ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് നയന തന്നെ മുന്നിട്ടിറങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് ഒരു പക്ഷേ അനന്തപുരിയിലെ മരുമകളാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും വളരെ കുറവാണ്. നവ്യയും ഈ ഇതിൽ എന്തെങ്കിലും ഒരു കളി കളിച്ചു എന്നുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ, മുത്തശ്ശനടക്കമുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഈ കല്യാണം നടക്കുകയുമില്ല. നവ്യയുടെ കാര്യത്തിലൊരു തീരുമാനമാവുകയും ചെയ്യും. എന്തായാലും വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്